السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഖുർആൻ അകമ്പൊരുളിൽ മൂന്നാമത്തെ സൂറത്ത് ബഖറയിലെ മൂന്നാമത്തെ ആയത്ത് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഗൈബിൽ വിശ്വസിക്കുന്നവർ നമസ്കാരം നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ എന്നാണ് മുത്തഖുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഗൈബ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഗൈബ് എന്നാൽ അദൃശ്യം എന്നാണ് സാധാരണ പറയാറുള്ളത്. മനുഷ്യ ദൃഷ്ടിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അറിവിന് അതീതമായിട്ടുള്ള സംഗതികൾ. ഖുർആനിൽ ഷഹാദത്ത്, ഗൈബ് ഇങ്ങനെ രണ്ട് പദവും ഒന്നിച്ച് പ്രയോഗിച്ച സ്ഥലങ്ങളുണ്ട്. ഗൈബ് എന്ന് മാത്രം പ്രയോഗിച്ച സ്ഥലങ്ങളുണ്ട്. ഗൈബ് എന്നത് വിശുദ്ധ ഖുർആൻ രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് കാണാതെ അല്ലെങ്കിൽ ബാഹ്യമായ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാവാതെ വിശ്വസിക്കുക. രണ്ടാമത്തേത് ഗോചരമല്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ്. ഇവിടെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് അർത്ഥവും അതിന് ഉദ്ദേശ്യമാണ്. ഒന്ന്, മനുഷ്യ അറിവിന് അതീതമായ എന്നാൽ അള്ളാഹു പറഞ്ഞു കൊടുക്കേണ്ട ചില സംഗതികളുണ്ട്. അത്തരം കാര്യങ്ങൾ അവൻ കാണാതെ, അറിയാതെ, നേരിട്ട് കാണാതെ, അനുഭവിക്കാതെ വിശ്വസിക്കേണ്ടതുണ്ട്. അതേ അവസരം അങ്ങനെയുള്ള മറഞ്ഞ കാര്യങ്ങളിൽ, ദൃശ്യമല്ലാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ഈ രണ്ട് അർത്ഥവും ഇവിടെ ഒരുപോലെ യോജിക്കും എന്നുള്ളതാണ്. ഇവിടെ പൊരുളുകാരൻ പറയുന്നത് ഗൈബ് എന്നാൽ മറഞ്ഞത് എന്നർത്ഥം. അദൃശ്യം എന്നർത്ഥം കൽപ്പിക്കുന്നത് ഉചിതമാവില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അപഗ്രഥിക്കാനാവാത്ത ധാരാളം കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. തന്നിൽ തന്നെയുള്ള രഹസ്യങ്ങൾ വേറെയുമുണ്ട്. അതാണ് ഗൈബ്. അപ്പോൾ പ്രപഞ്ചത്തിൽ അപഗ്രഥിക്കാനാവാത്ത കാര്യങ്ങളുള്ളതോടൊപ്പം മനുഷ്യനിൽ തന്നെയും ചില രഹസ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രഹസ്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് അദൃശ്യം എന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഖുർആനികാധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. മനുഷ്യനിൽ ലീനമായിട്ടുള്ള രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ മനുഷ്യൻ അറിയില്ല എന്നുള്ള സംഗതിയാണ്. പക്ഷേ മനുഷ്യൻ അനുഭവിച്ചറിയുന്ന സംഗതിയാണത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രയോഗിച്ച അർത്ഥത്തിലുള്ളൊരു ഗൈബല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ലീനമായിട്ടുള്ള രഹസ്യങ്ങൾ. ഇപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ഖണ്ഡിതമായി മനുഷ്യന് കണ്ടെത്താനോ നിർവചിക്കാനോ കഴിയാത്തൊരു സംഗതിയാണ്. പക്ഷെ അത് മനുഷ്യൻ അനുഭവിച്ചറിയേണ്ടതുള്ളതാണ്. എന്നാൽ ഖുർആൻ പറയുന്ന ഗൈബുകൾ അത് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ, അള്ളാഹുവിനെ മനുഷ്യന് നേർക്കുനേരെ കാണാനും തൊടാനും സ്പർശിക്കാനും ഒന്നുമൊക്കെ സാധ്യമല്ലെങ്കിലും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ താനനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവനറിയാം എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മാറ്റി നിർത്തിയാൽ ബാക്കി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മലക്കുകൾ, ജിന്നുകൾ, അതുപോലെ തന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടും മരണനേരത്തുള്ള സംഗതികളും മരണാനന്തരമുള്ള സംഗതികളുമൊക്കെയായി ബന്ധപ്പെട്ട് സ്വർഗനരകങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ അദൃശ്യങ്ങളാണ്. അത് മനുഷ്യനിൽ ലീനമായിട്ടുള്ള രഹസ്യങ്ങളല്ല.
മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യനും നേർക്ക് നേരെ കണ്ടെത്താൻ കഴിയാത്ത, പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രം അറിയാവുന്ന സംഗതികളാണ്. ഇത്തരം സംഗതികളെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഖുർആനിൻ്റെ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ എന്ന പ്രയോഗം കൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഖുർആനികാധ്യാപനത്തിന് വിരുദ്ധമാണ് ഇവിടെ ഗൈബിന് പൊരുളുകാരൻ കൊടുത്തിട്ടുള്ള ഈ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദൃശ്യം എന്നർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്ന ഈ വാദഗതി എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് യുഖീമൂന സ്വലാത്ത, ഇവിടെ പ്രാർത്ഥനാ നിരതരായവർ എന്നാണ് പൊരുളുകാരൻ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഏത് പ്രാർത്ഥനക്കും പ്രാർത്ഥന എന്ന് പറയാം. സ്വലാത്ത് എന്നതിന് ഭാഷാപരമായി പ്രാർത്ഥന എന്നതാണ് അർത്ഥം എന്നതും ശരിയാണ്. പക്ഷേ ഇസ്ലാമിൽ എന്ന് മാത്രമല്ല, ലോകത്ത് ഏത് മതത്തിലും ഏതരമായിട്ടുള്ള ആദർശങ്ങൾക്കുമൊക്കെ അവയുടേതായിട്ടുള്ള ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രയോഗങ്ങൾക്ക് ഭാഷാർത്ഥമല്ല ആരും നൽകാറുള്ളത്, സാങ്കേതികമായി നൽകുന്ന അർത്ഥമാണ് അതിന് ഫിറ്റാവുക. ആ നിലക്ക് ഇവിടെ യുഖീമൂന സ്വലാത്ത എന്ന ഈ പ്രയോഗത്തിന് പ്രാർത്ഥനാ നിരതരായവർ എന്നർത്ഥം പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഖുർആനിൽ രണ്ടിനും പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സലാത്ത് പ്രയോഗിച്ചിട്ടില്ല എന്ന് ചോദിച്ചാലുണ്ട് എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ അവിടെയുള്ള വ്യത്യാസം ഇഖാമത്തു സ്വലാത്ത്, യുഖീമൂന സ്വലാത്ത, അഖീമു സ്വലാത്ത പോലുള്ള മുഖീമി സ്വലാത്തി പോലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെയും അത് ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയെ, അതായത് നമസ്കാരത്തെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചിടത്ത് ഇങ്ങനെയുള്ളൊരു പ്രയോഗം എവിടെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അവിടെ സല്ലി അലൈഹിം ഇന്ന സ്വലാത്തക്ക സക്കനുല്ലഹും, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥന അവർക്ക് ആശ്വാസമേകും. അവിടെ ഇഖാമത്തു സ്വലാത്ത് എന്ന പ്രയോഗം ഖുർആൻ എവിടെയും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ സല്ലി, നീ പ്രാർത്ഥിക്കുക, സ്വലാത്ത് പ്രാർത്ഥന, ഈ പദം മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ ഈ ഇഖാമത്തു സ്വലാത്ത് എന്താണ് എന്നത് അവരുടെ ജീവിതത്തിലൂടെ നിർവഹിച്ചു വരുന്നൊരു സംഗതി കൂടിയാണ്. മുസ്ലിങ്ങൾക്കാർക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സമൂഹം അംഗീകരിച്ചു വരുന്നൊരനുഷ്ഠാനത്തെ അത് യാതൊരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ അതിനെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു അർത്ഥകൽപ്പനയും വിശദീകരണവും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒന്നിന് സംഗതമാവുകയില്ല എന്നതാണ് വസ്തുത. ഇവിടെ പൊരുളുകാരൻ പറയുന്നത് ദൗർബല്യവും ബലഹീനതയും ബോധ്യപ്പെട്ടാൽ അത് മറികടക്കാനുള്ള മാർഗം പ്രാർത്ഥനയാണ്. സൃഷ്ടാവിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കുന്നയാൾ പ്രാർത്ഥനാപൂർവമാണ് അത് സ്വീകരിക്കേണ്ടത്. പ്രാർത്ഥനാ മനസ്സിനെ വേദദർശനം ലഭിക്കും. പ്രാർത്ഥന മുറിയുന്നിടത്ത് വേദവെളിച്ചം അണയും. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാങ്കേതികാർത്ഥത്തിലുള്ള നമസ്കാരമല്ല, കേവലം പ്രാർത്ഥനയാണ്. അതേത് നിനക്ക് പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് വരാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് സലാത്ത് എന്ന ശബ്ദത്തിന് ഭാഷാപരമായി പ്രാർത്ഥന എന്നാണ് അർത്ഥം. സ്മരണ എന്ന് താല്പര്യം എന്നാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്മരണ എന്നാണോ താല്പര്യം? ഞാനൊരാളെ സ്മരിക്കുന്നു എന്ന് പറയുന്നതും അയാളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണോ മലയാളത്തിൽ പോലും ഉപയോഗിക്കാറുള്ളത്? അറബി ഭാഷയുടേത് അവിടെ വെക്കട്ടെ. അറബി ഭാഷയിൽ സലാത്ത് എന്നത് പ്രാർത്ഥനക്കും സ്മരണക്ക് ദിക്ർ എന്നുമാണ് പറയാം. ഈ രണ്ട് പദവും ഖുർആൻ ഒരിടത്ത് സമന്വയിപ്പിച്ചിട്ടുണ്ട്. അഖിമിസ് സ്വലാത്ത, നീ സലാത്ത് നിർവഹിക്കണം, നമസ്കരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ലി ദിക്കിരി, അഖിമിസ് സ്വലാത്ത ലി ദിക്കിരി, എന്നെ സ്മരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്നത് സ്മരണ എന്നാണ് അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അഖിമിസ് സ്വലാത്ത ലി ദിക്കിരി, നീ എന്നെ സ്മരിക്കാൻ വേണ്ടി സ്മരണ നിലനിർത്തണം എന്നർത്ഥം പറയേണ്ടി വരും.
അതാവട്ടെ ഭാഷാപരമായി തന്നെ തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. ആശയത്തിലും അത് യഥാർത്ഥത്തിൽ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ പ്രാർത്ഥന എന്നത് സ്മരണ എന്നതല്ല. സ്മരണയും പ്രാർത്ഥനയും രണ്ടും രണ്ട് സംഗതിയാണെന്നുള്ളത് പൊരുളുകാരൻ എങ്ങനെ എവിടുന്ന് മനസ്സിലാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ലോകത്ത് മനുഷ്യ സമൂഹം ദൈവവിശ്വാസികളൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് പ്രാർത്ഥനയും സ്മരണയും രണ്ടും രണ്ട് സംഗതിയാണുള്ളത്. ദൈവത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ സ്മരണ നിലനിർത്തുമ്പോഴാണ് അവന് പ്രാർത്ഥിക്കാൻ തോന്നുക. അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ സ്മരണ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതും മറ്റൊരു സംഗതിയാണ്. പക്ഷേ പ്രാർത്ഥനയും സ്മരണയും ഒന്നല്ല എന്നതാണ് വസ്തുത. എന്നിട്ട് അദ്ദേഹം പറയുന്നത് രാപ്പകലുകളിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിനും സ്വലാത്ത് എന്ന് പറയും. അത് പക്ഷേ സാങ്കേതിക അർത്ഥമാണ്. ഭാഷാർത്ഥത്തിൽ അതിനെ കൂടുതൽ അപഗ്രഥിച്ചാൽ പ്രാർത്ഥന എന്നാണ് മനസ്സിലാക്കുക. ഖുർആനിൽ സ്വലാത്ത് ഈ രണ്ട് അർത്ഥങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടർത്ഥത്തിലും ഖുർആനിൽ സ്വലാത്ത് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന പൊരുളുകാരൻ കൂടുതൽ അപഗ്രഥിച്ചാൽ പ്രാർത്ഥന എന്ന് ഇതിനർത്ഥം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മറിച്ചാണ് സംഗതി എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നത് മാത്രമല്ല ഖുർആൻ ആവശ്യപ്പെടുന്നത്. നമസ്കാരം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു ആരാധനാനുഷ്ഠാന ക്രമം, രീതി, അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നതാണ് ഒരാൾ മുത്തഖിയാവാനുള്ള ഉപാധികളിൽ രണ്ടാമത്തെ ഉപാധിയായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നാണ് ഖുർആനിൻ്റെ ഈ ഒരു വചനത്തിൽ നിന്നും മറ്റ് പലയിടത്തും ഖുർആൻ പ്രയോഗിച്ച വചനങ്ങളിൽ നിന്നും ബോധ്യപ്പെടുന്ന ഒരു സംഗതി, കേവലം മനസ്സിലാക്കുക മാത്രമല്ല ബോധ്യപ്പെടുന്ന ഒരു സംഗതി കൂടിയാണത്. അപ്പോൾ ഖുർആനിൻ്റെ ഈ അടിസ്ഥാനപരമായ സംഗതിയെ അട്ടിമറിച്ചുകൊണ്ടാണ് പൊരുളുകാരൻ ഇവിടെ അർത്ഥവും വിശദീകരണവും നൽകിയിട്ടുള്ളത് എന്നതാണ് വസ്തുത.